ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനീനെയാണ്. അങ്ങനെ ദേവയാനിയോട് കനകദുർഗ തൻ്റെ മകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തോ സംതിങ് ഉള്ളതുപോലെ തോന്നി ദേവയാനിക്ക്. അതുമല്ല, ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെന്താ ഇവളിങ്ങനെ സംസാരിക്കുന്നത്, ആ ഒരു രീതിയിൽ ഇങ്ങനെ ദേവയാനി ചിന്തിച്ചു കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, അത് ചിന്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവയാനിയോട് കനകദുർഗ അവിടെ പറഞ്ഞിരുന്നു. അപ്പം ആദ്യം ഓർത്തത് ഇനിയിപ്പം നമ്മുടെ നയനയ്ക്ക് മക്കളുണ്ടാവില്ല എന്ന ആ ഒരു ഇതിലേക്ക് കനകദുർഗ ചെല്ലുന്നത് എന്നാണ്. പക്ഷെ അതൊന്നുമല്ല, കനകദുർഗയുടെ മനസ്സിൽ വേറെ എന്തോ വലിയൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കനകദുർഗ ദേവയാനിയോട് ഈ വക കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ് കാണിക്കുന്നത് പിന്നെ അനീനെയാണ്. അനിയാണെങ്കിൽ ഇങ്ങനെ ജോഗ് ചെയ്യാൻ വേണ്ടി പോയത് വേറെ ഒന്നിനുമല്ല. അനി ജോഗ് ചെയ്യാൻ വേണ്ടി പോയത് നന്ദുവിനെ കാണാനാണ് കേട്ടോ. അപ്പം നന്ദു ജോഗ് ചെയ്യാൻ ഇന്ന് രാവിലെ വരുമെന്നറിയാം. അതുകൊണ്ട് ജോഗ് ചെയ്യാൻ വേണ്ടി പോയി. എന്നിട്ട് പോയിട്ട് ജോഗ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നിട്ട് ഇന്ന് അവൾ വരുമായിരിക്കും. കാരണം എന്നും അവൾ ഇവിടെ ജോഗ് ചെയ്യാൻ വരുന്നതാണല്ലോ. അവൾ എന്തിനായിരിക്കും എന്നെ ഇങ്ങനെ ഒഴിവാക്കാൻ നോക്കുന്നത്, എന്തോ ഇന്ന് അവളെ കണ്ടിട്ടേ ഉള്ളൂ എന്ന മട്ടിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ അനി ഓർത്ത് നിന്നതും അപ്പം തന്നെ വരികയും ചെയ്തു നന്ദു വന്ന ഉടനെ തന്നെ പെട്ടെന്ന് എനിക്ക് വലിയ സന്തോഷമായി വന്നല്ലോ എന്നും പറഞ്ഞ് അടുത്ത് ചെന്നിട്ട് അനി പറഞ്ഞു, അതേ നന്ദു, നീ എന്താ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത്? നിനക്ക് വീട്ടിലേക്കൊക്കെ ഒന്ന് വന്നുകൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ, അല്ലെ നിൻ്റെ അമ്മ വീട്ടിലുണ്ടല്ലോ, അപ്പം നിനക്ക് വരാമല്ലോ, നിൻ്റെ ചേച്ചിമാരും വീട്ടിലുണ്ട്, പിന്നെ നീ എന്തിനിങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നു എന്ന് വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചു. അപ്പോഴത്തേക്കും നന്ദു പറഞ്ഞു, അല്ല അനി എന്തിനാ എന്നെ കാണാൻ വന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നന്ദു മനസ്സിൽ വിചാരിച്ചു, ഈശ്വര എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യമായിരിക്കും, ഞാൻ വിചാരിക്കുന്ന കാര്യം തന്നെ ആയിരിക്കാം അനി തുറന്നു പറയാൻ പോകുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട്, എന്താ അനി പറയാനുള്ളത്, പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് നിൽക്കുന്നത്. എന്ത് പ്രതീക്ഷ? ഇഷ്ടമാണ് എന്ന് തുറന്നു പറയുന്നത്. പക്ഷേ അനി പറഞ്ഞു, ഞാൻ പറയാം, ആ കാര്യം ഞാൻ നിന്നോട് പറയാം, ഞാൻ ഒത്തിരി നാളായിട്ട് നിന്നോട് ആ കാര്യം പറയണമെന്ന് ഓർത്ത് നടക്കുകയായിരുന്നു. ഏതായാലും അതിനുള്ളൊരു അവസരം കിട്ടിയിരുന്നില്ല. ഇപ്പം ഏതായാലും രണ്ടും കൽപ്പിച്ച് എനിക്ക് നിന്നോട് ആ കാര്യം പറഞ്ഞില്ല, ഇനിയും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, ഇത് എൻ്റെ മനസ്സിൽ കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നന്ദുവിന് കാര്യം പിടികിട്ടി, ഇഷ്ടമാണെന്ന് തന്നെ പറയാൻ വരുന്നതെന്ന് മനസ്സിലായി. നന്ദുവിൻ്റെ മുഖത്തൊരു സന്തോഷമൊക്കെ ഇങ്ങനെ വിടരുന്നുണ്ട് കേട്ടോ. എന്തായാലും നന്ദുവിനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അനിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇഷ്ടമുണ്ട് എന്നൊരു വാക്ക് കേൾക്കാൻ വേണ്ടി ഒരുപാട് കൊതിക്കുന്നുണ്ട് നമ്മുടെ നന്ദു. അപ്പം നന്ദുവിനോട് ചോദിച്ചല്ല, ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് നിനക്ക് അറിയാമോ എന്നിങ്ങനെ നന്ദുവിനോട് ചോദിച്ചു. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാനിപ്പോൾ എങ്ങനെയാണ് പറയുന്നത്, ഏതായാലും നീ പറഞ്ഞില്ലേ പറയണ്ട, ഞാൻ പറയാൻ പോവാന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങിയതും അവിടെ അനാമിക എത്തുകയാണ്. അപ്പോൾ അനാമികേനെ കണ്ടതും നന്ദു പറഞ്ഞു, അനി വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടി വരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അനി തിരിഞ്ഞു നോക്കിയതും അനാമിക ഇങ്ങ് വന്നില്ല. അനാമിക ഇങ്ങ് വന്നിട്ട്, അല്ല നിന്നെ ഞാൻ രാവിലെ വിളിച്ചപ്പോൾ നീ ജോഗിങ്ങിന് പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, ഞാനിങ്ങോട്ട് വരരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും നീ, അതുകൊണ്ടായിരിക്കും അല്ലേടാ അനി നീ എന്നോട് പറയാതിരുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ എനിക്ക് ദേഷ്യം വന്നു. അനി പറഞ്ഞു, നീ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്, ഞാനിപ്പോൾ എവിടെ പോകണം, എന്ത് ചെയ്യണമെന്ന് എല്ലാം നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം ഒന്നും പറയണ്ട, പക്ഷേ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് എന്ന നിലയിൽ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ എന്നോട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ നന്ദു പറഞ്ഞു, ഞാൻ പോവാം, നിങ്ങൾ സംസാരിക്കും, ഞാൻ പോവാമെന്ന് പറഞ്ഞ് അങ്ങ് പോയി. നന്ദു പോയി. അപ്പോഴത്തേക്കും നന്ദും കൂടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യമായി. അനി പറഞ്ഞു, നിന്നോടിപ്പോൾ ആരാ നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്താ അനി നിനക്ക് ഇത്ര ദേഷ്യം, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ ഞാൻ നിൻ്റെ മുമ്പിൽ വരുമെന്നും നിങ്ങൾ സംസാരിക്കുമ്പം ഞാനിങ്ങനെ ഇവിടെ പ്രത്യക്ഷപ്പെടുമെന്നൊന്നും നീ വിചാരിച്ചില്ലെന്ന് എനിക്കറിയാം, നിനക്ക് എന്നെക്കാളും വലുത് നന്ദു ആണല്ലോ, ഇപ്പം നന്ദു സംസാരിക്കാനാണെങ്കിൽ നീ ഇപ്പം നിന്നേനല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ നിന്നെ കാണുന്നതിനേക്കാൾ മുമ്പ് ഞാൻ നന്ദുവിനെ അല്ലേ കണ്ടു തുടങ്ങിയതെന്ന് ഇങ്ങനെ പറയുകയാണ് അനി. അപ്പോഴത്തേക്കും അനാമിക പറഞ്ഞു, എന്തൊക്കെയാണെങ്കിലും വിവാഹം നിശ്ചയിച്ചത് നിന്നോട് ചോദിച്ചിട്ട് തന്നെയല്ലേ, നിനക്ക് എന്നെ താല്പര്യമില്ല, എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, എന്നെ ഇഷ്ടമല്ലെങ്കിൽ നീ അപ്പം പറയണമായിരുന്നു. ഇത് വിവാഹക്കുറി എല്ലാം അടിച്ചു കഴിഞ്ഞ് മുഹൂർത്തവും കുറിപ്പിച്ച് ദിവസമൊക്കെ എല്ലാം നിശ്ചയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണോ നീ ഇപ്പം എന്നെ വേണ്ട എന്ന് നിൻ്റെ മനസ്സിൽ തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് അങ്ങനെ വേണ്ടാത്ത കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അനി പറഞ്ഞു, നീ പറയുമൊന്നും വേണ്ട, പക്ഷേ എനിക്ക് മനസ്സിലാവും, നിൻ്റെ മുഖവും നിൻ്റെ ഭാവങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിനക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഇപ്പം തന്നെ നമുക്ക് നിൻ്റെ വീട്ടിൽ പോയി നിൻ്റെ മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാം, നിനക്ക് എന്നെ ഇഷ്ടമല്ല നീ തുറന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അനി പറഞ്ഞു, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ, നീ കൂടുതൽ ഭീഷണിപ്പെടുത്തുകയൊന്നും വേണ്ട, ഞാൻ
ഇങ്ങനെയൊക്കെ ചെന്ന് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരുമെന്ന് എനിക്കറിയാം. നീ എന്നെ ഭീഷണിപ്പെടുത്തി സ്വന്തമാക്കാൻ ശ്രമിക്കുവാണോ എന്ന രീതിയിൽ അനി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നിന്നെ എനിക്ക് സ്വന്തമാക്കേണ്ട കാര്യമില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഇനിയിപ്പോൾ നിന്നെ സ്വന്തമാക്കിയേ പറ്റൂ. കാരണം അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ചങ്ക് പറിച്ച് തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. എൻ്റെ മനസ്സിൽ നീ ഇപ്പോൾ എൻ്റെ ഭർത്താവ് തന്നെയാണ്. അതുമല്ല, നാലാൾ അറിഞ്ഞ് നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന ദിവസത്തിനായി കാത്തിരിക്കുന്നൊരു പെണ്ണാണ് ഞാൻ. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാമിക പറഞ്ഞു, ഇതിനെന്താ സൊല്യൂഷൻ എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോയി. അനി അവിടെ നിന്ന് പോയി. ഏതായാലും അനാമിക നേരെ ഫോൺ ചെയ്യുകയാണ് കനകദുർഗേനെ. അങ്ങനെ കനകദുർഗേനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം ആൻറ്റിയോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അനിയും നന്ദുവും തമ്മിൽ കാണാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കണമെന്ന്. വീണ്ടും വീണ്ടും എന്തിനാ നിങ്ങൾ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിന് അവർ തമ്മിൽ കണ്ടു. അവർ തമ്മിൽ ഇനി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, എൻ്റെ ജീവിതം അത് താറുമാറായി പോവും. ഞാനും അനിയും വിവാഹം കഴിക്കാൻ പോകുന്നവരാണെന്നറിയാലോ. ഇപ്പോഴേ തന്നെ സംശയങ്ങളൊക്കെ തുടങ്ങിയാൽ ജീവിതം വല്ലാത്തൊരവസ്ഥയിലെത്തുന്ന എനിക്കറിയാം. പരമാവധി ഞാൻ സംശയിക്കാതിരിക്കാൻ നോക്കുന്നുണ്ട്. ആ സംശയം കൂട്ടിക്കാൻ വേണ്ടി അതിലേക്ക് വീണ്ടും കനൽ വാരിയിട്ട് വീണ്ടും ആളി കത്തിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം. അനിയോടും നന്ദുവിനോട് പറയണം, ഇനി അനിയെ കാണാൻ വരരുത്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുതെന്ന് പറയണം. ഇത് അനി അറിയാനും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ കനകദുർഗ. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് അനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കനകദുർഗ പറഞ്ഞു, എടാ മോനെ നീ അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞാൽ നീ എവിടെ പോയതാ? നീ നന്ദുവിനെ കാണാൻ പോയതല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു നന്ദുവിനെ കാണരുത്. നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെയാണ് നീ ഇപ്പോൾ പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടത്. നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എല്ലാത്തിനും ഒരു ഡിസ്റ്റൻസ് സൂക്ഷിക്കേണ്ടത് നല്ലതാണ്. ഒരു ഡിസ്റ്റൻസ് എല്ലാത്തിനും വേണം ഉള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ കനകദുർഗ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, അല്ല ഈ വിവരം എങ്ങനെയാണ് ആൻറ്റി അറിഞ്ഞത്? ഞാനും നന്ദുവും തമ്മിൽ കണ്ട വിവരം എങ്ങനെയാണ് ആൻറ്റി അറിഞ്ഞു എന്ന് ചോദിച്ചപ്പം അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, അത് അനാമിക വിളിച്ച് പറഞ്ഞതായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതൊന്നും ഞാൻ പറയുന്നില്ല. അനാമികയാണോ ആരാണോ പറയുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പോക്ക് ശരിയല്ല, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നിങ്ങനെ കനകദുർഗ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ എനിക്ക് ഡൗട്ട് അടിച്ചു. പൂർണ്ണമായിട്ട് മനസ്സിലായി അനാമിക തന്നെ ഇതിന് പിന്നിൽ നിന്ന്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ഗോവിന്ദൻ നന്ദുവിനെ വല്ലാണ്ടങ്ങ് ഭീഷണിപ്പെടുത്താണ്. അപ്പം നന്ദു വീട്ടിൽ കയറി വന്നപ്പോഴത്തേക്കും ഗോവിന്ദൻ പറഞ്ഞു, നീ എവിടെ പോയതാടി? എനിക്ക് മനസ്സിലായി നീ എവിടെ പോയതാ. നീ പോയി അനീനെ കണ്ടില്ലേടി? ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട്? വെറുതെ എന്തിനാ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മോളെ? നിന്നോട് ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാ, നമ്മളായിട്ട് വഴിമാറി കൊടുക്കണം. അല്ലാതെ ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയാവില്ല. നമ്മളായിട്ട് വഴിമാറി കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പേരിന് തന്നെയാണ് ചീത്തപ്പേരുണ്ടാകുന്നത്. അവരെ വിവാഹം കഴിഞ്ഞ് പോകും, പിന്നെ നിനക്ക് ഒരു ജീവിതം കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുപോലെ നിന്റെ 2 ചേച്ചിമാർ അവിടെ അനുഭവിക്കുന്നത് നീ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ വക കാര്യങ്ങളൊന്നും വേണ്ട. നീ ഇപ്പം വിവാഹം കഴിച്ചാൽ ഞങ്ങൾക്ക് ധൈര്യപൂർവ്വം ആരുടെ അനുവാദം ചോദിക്കാതെ കയറി വരുന്നൊരു സ്ഥലത്തേക്കായിരിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് അനീനെയല്ല നന്ദുവിനെ ഇങ്ങനെ ഒരുപാട് ഉപദേശിക്കുകയാണ് ഗോവിന്ദൻ. ഉപദേശമൊക്കെ കേട്ടിട്ട് നന്ദു അങ്ങ് പോയി. നന്ദു പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം കാണാൻ ശ്രമിച്ചൊന്നുമല്ല, ഞാനിങ്ങനെ നടക്കാൻ പോയപ്പോൾ കണ്ടതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് നന്ദു പോയി ഇങ്ങനെ കട്ടിലയിലൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അനി ഫോൺ വിളിച്ചപ്പോഴത്തേക്കും കട്ട് ചെയ്ത് വിട്ടിട്ട് ഒരു വോയിസ് അയച്ചു, ഇനി എന്നെ വിളിക്കരുത്, ശല്യം ചെയ്യരുത്, ഇനി എന്നെ വിളിക്കരുത്, ഇനി വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞൊരു വോയിസ് അയച്ചു. ആ വോയിസ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വല്ലാത്തൊരു വേദനയായി, എനിക്കൊരു വല്ലാത്ത സങ്കടം. കാരണം വേറെ ഒന്നുമല്ല, താൻ ആദ്യമായിട്ട് സ്നേഹിച്ച പെണ്ണാണ്. ഒരിക്കലും നന്ദുവിനെ മറക്കാൻ പറ്റുന്നില്ല അനിക്ക്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് അനി നിൽക്കുന്നത്. ഏതായാലും അനിയും നന്ദുവും വിവാഹം കഴിക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. അവരൊരിക്കലും വിവാഹം കഴിക്കുന്നില്ല. അനാമികേനെ തന്നെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് നമ്മുടെ അനി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ദേവയാനീനെ കേട്ടോ കാണിക്കുന്നത്. ദേവയാനി അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കെ പാഞ്ഞ് നടക്കുക. ദേവയാനിക്ക് തന്നെ അറിയത്തില്ല എന്തിനാ കനകദുർഗ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഒരു കുഞ്ഞിക്കാല് കാണണമെന്നും അതിനുള്ള ഭാഗ്യം തൻ്റെ മകൾക്കില്ലെന്നൊക്കെ പറഞ്ഞ് എന്തിനാന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് നടക്കുന്നത്. അപ്പം വീണ്ടും കനകദുർഗ അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ഓർത്താണോ നടക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ വീട്ടിലൊരു അധികപ്പറ്റാണെന്ന് എനിക്കറിയാം, എൻ്റെ മക്കളും ഒരു അധികപ്പറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ഏതൊരു സ്ത്രീയുടെയും ആഗ്രഹം ഒരു കുഞ്ഞുണ്ടാകുക, അതിനെ താലോലിക്കുക എന്നൊക്കെയുള്ളതാണ്. അതാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മകനുണ്ടല്ലോ, ആ ഒരു മകനെ കൊഞ്ചിക്കാനും അതിന് വാത്സല്യം കൊടുക്കാനും ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പം നിങ്ങളുടെ സ്ത്രീയുടെ ആ ഒരു അവസ്ഥ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ കനകദുർഗയുടെ ദേവയാനി പറഞ്ഞല്ല, നിങ്ങൾ 3 മക്കളെ കൊഞ്ചിച്ചല്ലോ, നിങ്ങൾ 3 മക്കളെ കൊഞ്ചിച്ച് തന്നെയല്ലേ വളർത്തിയത്, അതിൻ്റെ ആണല്ലോ കാണുന്നതെന്ന് പറഞ്ഞപ്പം അതെ, എൻ്റെ 3 മക്കളെ ഞാൻ കൊഞ്ചിക്കാനും അവരെ വളർത്താനുമുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. പക്ഷേ എൻ്റെ നയനമോൾക്ക് അത് കിട്ടുന്നില്ല.
അതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. എൻ്റെ നയന പോലും ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ മരുമകളാണെന്ന് പരിഗണിക്കേണ്ട, പക്ഷേ അവളൊരു സ്ത്രീയാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? അല്ല, അവരുടെ ജീവിതത്തിൽ ഒന്ന് എത്തി നോക്കുന്നതൊക്കെ നല്ലതാണ്. അവരുടെ ജീവിതത്തിൽ നമ്മളൊന്ന് എത്തി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ടല്ല ജീവിക്കുന്നത്. ഒന്ന് അവരുടെ റൂമിൽ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ, നീ അല്ലേ ഇതുപോലത്തെ ചീപ്പ് പരിപാടിയൊക്കെ ചെയ്യത്തുള്ളൂ, എന്നെ അതിനൊന്നും കിട്ടത്തില്ല, ഞാൻ അങ്ങനെ മരുമക്കളെ നല്ല മക്കളുടെ റൂമിൽ ഒളിഞ്ഞു നോക്കാറില്ലെന്ന് പറഞ്ഞു. ചില അവസരങ്ങളിൽ അതൊക്കെ ഒളിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് മുത്തശ്ശനോട് ഞാൻ പറയാൻ പോവുക, എൻ്റെ മോളെ എൻ്റെ കൂടെ അയക്കാൻ ഞാൻ പറയാൻ പോവുക. ഇവിടെ ഒരവകാശവും ഇല്ലാതെ, ഇവിടെ ആരുടെയും സ്നേഹവും ഇല്ലാതെ, ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ ഇവിടെ എൻ്റെ മകൾ ജീവിക്കുന്നതിന് നല്ലത് എൻ്റെ കൂടെ പോരുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, നീ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? എനിക്കറിയാം നീ ഭീഷണിപ്പെടുത്തുകയാണെന്ന്. കാരണം മുത്തച്ഛൻ നീ ഇവിടുന്ന് പോകുകയാണെങ്കിൽ, നീയും നിൻ്റെ മകളും ഇവിടുന്ന് പോകുകയാണെങ്കിൽ അത് മുത്തച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോൾ നീ ആ ഒരു ഇത് മുതലെടുക്കുകയാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ, ഞാനൊന്നും മുതലെടുക്കുന്നതല്ല. ഞാൻ മുത്തച്ഛനെ ഓർത്തിട്ട് മാത്രമാണ് ഇത്ര നാൾ എൻ്റെ മോളെ ഇവിടെ നിർത്തിയത്. പക്ഷേ ഇനി എനിക്കതിന് താല്പര്യമില്ല. കാരണം എൻ്റെ മോളൊരു സ്ത്രീയാണ് എന്ന് ഞാനെങ്കിലും ചിന്തിക്കണം എന്നിങ്ങനെ പറയുക. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. മറക്കരുത്, നമ്മുടെ പുതിയ ചാനലിൽ നമ്മൾ വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ വിശേഷങ്ങളും നമ്മുടെ ഫാമിലി വിശേഷങ്ങളൊക്കെ ഇടുന്നുണ്ട്. ചിന്നൂസ് ഫാമിലി എന്നാണ് നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര്. ഞാൻ ലിങ്ക് കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് പോസ്റ്റ് ഇട്ടേക്കാം. ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ രാത്രി 9 മണിക്ക് 9:30 ലൈവ് വരാറുമുണ്ട്, വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറുമുണ്ട്. അപ്പം ലൈവ് വരാൻ താല്പര്യമുള്ളവരും രാത്രി 9 മണിക്ക് വരികയാണെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കുകയും നമ്മുടെ വിശേഷങ്ങൾ തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യാം. സച്ചിയുടെ രേവതിയുടെയും വിശേഷവും അതുപോലെ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും ഗൗതമിൻ്റെയും നന്ദിയുടെയൊക്കെ വിശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവരെ ആരും അറിഞ്ഞില്ല എങ്കിൽ ഒന്ന് രാത്രി 9 മണിയാകുമ്പോൾ നമ്മുടെ ലൈവിൽ വരിക. പിന്നെ നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. ഏതായാലും നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്, നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ ഇത്ര വളർന്നൊക്കെ എത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, ഇതിൽ നമുക്കങ്ങനെ ലൈവ് ഒന്നും വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേറൊരു ചാനൽ ഉണ്ടാക്കി അതിൽ ലൈവൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.